പാരന്റ്സ് ആണ് എല്ലാം കൊടുക്കേണ്ടത്. നമ്മളിപ്പോ ക്യാമ്പിന് വന്ന് ഈ 10 ദിവസം ഇരുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് മാറും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാറ്റം തരാൻ പറ്റും എന്നുള്ളതല്ല. നമ്മള് കുട്ടികളെ അടിത്തറ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ട്യൂഷന്റെ പോലെയേ അല്ല. ബുക്ക് വായിപ്പിച്ച് അതിന്റെ എക്സാം ചെയ്ത് അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. അതിന്റെ അടിത്തറ കിട്ടാത്ത കുട്ടികളുണ്ടാവും. അതായത് വായിക്കാൻ അറിയാത്ത, അക്ഷരങ്ങൾ അറിയാത്ത, കൂട്ടി വായിക്കാൻ അറിയാത്ത, അതിന് നമ്മൾ അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളത്, തെറാപ്പി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. സാറ് പറഞ്ഞ പോലെ ഞാൻ കുറെ കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മളെ ക്ലിനിക്കിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ കുട്ടികളും അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പാരന്റ്സ് വീട്ടിൽ പോയിട്ട് കറക്റ്റ് ആയിട്ട് അത് നോക്കണം. ഓരോ കുട്ടികളും എന്താണ്, എവിടെ എത്തി, എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ഇന്ന് എന്ത് പഠിച്ചു അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള നമ്മൾ പാരന്റ്സ് ആണ് എല്ലാം കൊടുക്കേണ്ടത്. കാരണം ഇപ്പൊ കുട്ടികൾക്ക് കളിക്കുക എന്റർടൈൻമെന്റിന്റെ ഒക്കെ ഒരു ഇതാണ്. അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടന്റോ കാര്യങ്ങൾ എന്താണ് ഭാവിയിൽ ഉണ്ടാവോ ഒന്നും അറിയില്ല. പക്ഷെ നമുക്കറിയാം, നമ്മളതൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാർ. നമുക്കൊന്നും കൂടെ തോന്നലുണ്ട്, നമുക്കൊന്നും കൂടെ പഠിച്ചിരുന്നെങ്കിൽ, ഒന്നും കൂടെ അവസരം കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഇത് ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലത്തിന്റെ ഒപ്പം നിന്നിട്ട് എന്താണോ കുറവുള്ള അല്ലെങ്കിൽ എന്താണോ വേണ്ടത് അത് നമ്മളെ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതാണ് പറയാനുള്ളത്. നമ്മള് അവിടെ വന്നാൽ കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ ഏത് കുട്ടികൾക്ക് എങ്ങനത്തെ രൂപത്തിലാണോ വേണ്ടത് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് അസസ്മെന്റ് ചെയ്യും. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികളെ നിലവാരം എങ്ങനെയാണ് എന്നുള്ളത് നമ്മള് നോക്കും. എവിടുന്ന് തുടങ്ങണം, എവിടുന്നാണ് നിർത്തണം, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കൊടുക്കുക. ആക്ടിവിറ്റി ആണെങ്കിൽ ആക്ടിവിറ്റി അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത്.